ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിങ് ആൻഡ് ആക്ച്വേഷനെ പറ്റിയാണ്. സോ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സാണ്. എ കപ്പാസിറ്റർ ഈസ് ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് ടു കണ്ടക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഹോൾഡ് ഓപ്പോസിറ്റ് ചാർജസ്. കപ്പാസിറ്ററിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? രണ്ട് കണ്ടക്ടേഴ്സ്, അതിനെ ഓപ്പോസിറ്റ് ചാർജസിനെ ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള രണ്ട് കണ്ടക്ടേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? കപ്പാസിറ്റർ എന്ന് പറയാം. അതുമാത്രമല്ല, നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റിൻ്റെ ഇടയിലും എന്ത് കാണും? ഒരു ഡൈഇലക്ട്രിക് മീഡിയം കാണും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്ററാണ് നമ്മളിവിടെ സെൻസറായിട്ടും അതേപോലെ ആക്ച്വേറ്ററായിട്ടും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് കപ്പാസിറ്റീവ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിങ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെൻസിങ് ആണല്ലോ, അപ്പോൾ നമ്മളൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് ചേഞ്ച് സംഭവിക്കും. അതുവഴി അതിൻ്റെ കപ്പാസിറ്റൻസിന് ചേഞ്ച് സംഭവിക്കും. അന്നേരം ആദ്യത്തേത് കപ്പാസിറ്റീവ് സെൻസിങ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അപ്ലൈഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ, ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പൊസിഷൻ, ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പൊസിഷന് ചേഞ്ച് സംഭവിക്കുകയും അതുവഴി കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് സ്റ്റിമുലസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ നോക്കാം. ആക്ച്വേഷനിലാകുമ്പോൾ നേരെ തിരിച്ചാണ്. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, ഈ രണ്ട് കണ്ടക്ടേഴ്സിനും അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ നടക്കുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ മൈക്രോ മോട്ടർ എന്ന് പറയുന്നത്. നമ്മളിത് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഇത് നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇതിനകത്ത് മൈക്രോ മോട്ടറിനകത്ത് എന്തെല്ലാം ഉണ്ട്? ഒരു റോട്ടറും കാണും, ഒരു സ്റ്റേറ്ററും കാണും. റോട്ടർ എന്ന് പറയുമ്പോൾ അതിനെന്ത് കാണും? മൂവ്മെൻറ്റ് കാണും. സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഫിക്സഡ് ഇലക്ട്രോഡ്സ് ആയിരിക്കും. ആൻഡ് ദീസ് റോട്ടർ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റ് വിത്ത് എ ഹബ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ്ഡ് ടുഗദറായിട്ട് എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിലും 4 ഇലക്ട്രോഡ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ബയാസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള 3 ഗ്രൂപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം, നമ്മൾ ബയാസ്ഡ് ഇലക്ട്രോഡ്സിന് ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ സ്റ്റേറ്റർ ഇലക്ട്രോഡ്സ് ബയാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റർ ഇലക്ട്രോഡിനും റോട്ടറിനും ഇടയിലായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുകയും ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആ റോട്ടറിനെ ആ സ്റ്റേറ്ററുമായിട്ട് അലൈൻ ചെയ്യാൻ ശ്രമിക്കുക. ആ റോട്ടറും ആ സ്റ്റേറ്ററും കൂടെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യും. റോട്ടറിന് മൂവ്മെൻറ്റ് നടത്തുകയും ആ റോട്ടർ മൂവ് ചെയ്ത് സ്റ്റേറ്റർ ഇലക്ട്രോഡിനോട് അലൈൻ ആവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ലൈനിങ് ആണ് നിങ്ങൾ ആ ഫിഗർ ബിക്കകത്ത് കാണുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബയാസ് എന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റർ ഇലക്ട്രോഡിലോട്ട് കൊടുക്കും. അതാണ് ഫിഗർ സിയിൽ കാണുന്നത്. ആരോ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് പിന്നെയും എന്ത് നടക്കും? ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയും അടുത്ത അലൈൻമെൻറ്റ് നടക്കുകയും ചെയ്യും. അതിനുശേഷം അടുത്ത ഗ്രൂപ്പ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു രീതിയിൽ ബയസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഇങ്ങനെ നടക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ മൈക്രോ മോട്ടർ ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഇറ്റ്സ് വർക്കിംഗ് ഈസ് ലൈക്ക് ദിസ്. ദ മോട്ടർ കൺസിസ്റ്റ് ഓഫ് എ റോട്ടർ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റ് വിത്ത് എ ഹബ് and a set of fixed electrode on the periphery called stators. The stators are grouped together such that each group of 4 electrodes is electrically biased simultaneously. 3 such groups are present for the motor shown in figure and are identified by different fill pattern. Consider the rotor at an arbitrary angular rest position that is shown in figure A. One group of stator electrode is first biased. The electrodes that are biased at a particular stage are identified by the arrows placed next to them. An in-plane electric field develops between any given stator electrode in this group and closest rotor tooth next to it.
So this generate an electrostatic attractive force that align the set tooth with the set stator electrode. The torque values are on the order of pico-nanometer for voltages of the order of 100 volt, large enough to overcome static friction. A small angular movement of the rotor is made to reach a new configuration, which is shown in figure B. The electric bias is then shift to next group of stator electrodes, that is shown in figure C, resulting in another small angular movement in the same direction. Continuous motion of the rotor can be achieved by actuating the stator electrodes by the groups in succession. സോ ഇങ്ങനെ നമ്മളെന്താ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് മോഷൻ പോസിബിൾ ആകുകയും അങ്ങനെ മൈക്രോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിങ് ആൻഡ് ആക്ച്വേഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിങ് ആൻഡ് ആക്ച്വേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. ഇതിൻ്റെ സെൻസിങ്ങും അതേപോലെ ആക്ച്വേഷൻ പ്രിൻസിപ്പിൾസും എല്ലാം റിലേറ്റീവ്ലി ഈസിയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ. കാരണം നമുക്ക് എന്താ മതി, 2 കണ്ടക്റ്റിംഗ് സർഫസസ് മാത്രം മതി. വേറെ സ്പെഷ്യലായിട്ടുള്ള ഫങ്ഷനിങ് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലോ പവറാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ റിലൈസ് ഓൺ ഡിഫറൻഷ്യൽ വോൾട്ടേജ് റാദർ ദാൻ കറണ്ട്. കറണ്ടല്ല, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്. ഓൾസോ എനർജി എഫിഷ്യൻറ്റ് ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. മൂന്നാമത്തത് ഫാസ്റ്റ് റെസ്പോൺസ്. ഇതിന് ഹൈ ഡൈനാമിക് റെസ്പോൺസ് സ്പീഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ട്രാൻസിഷൻ സ്പീഡെന്ന് പറയുന്നത് ചാർജിങ് അതേപോലെ ഡിസ്ചാർജിങ് ടൈമിനെയാണ്. ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ടൈം കോൺസ്റ്റൻ്റ് ആണ്. അത് ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്താണ് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഹൈ വോൾട്ടേജ് റിക്വയർഡ് ഫോർ സ്റ്റാറ്റിക് ആക്ച്വേറ്റർ. നമ്മൾ സ്റ്റാറ്റിക് ആക്ച്വേറ്ററിന് എന്താണ് ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. ഈ ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കോമ്പാക്റ്റിബിലിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാകും. എന്ന് വെച്ചാൽ കോമ്പാറ്റിബിലിറ്റി മറ്റതുമായിട്ടൊക്കെ വേറെ കമ്പോണൻറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ അവിടെ ഉണ്ടാവും. കൂടാതെ ഇലക്ട്രോണിക്സ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇലക്ട്രോഡ്സ് മെക്കാനിക്കലി ഇൻസുലേറ്റേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുകയും ചാർജസ് മെയിനായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന DC ഓപ്പറേഷൻ മോഡ്സിലൊക്കെ ആയിരിക്കും. ആ ട്രാപ്ഡ് ചാർജസ് എന്താണ് നമ്മുടെ ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ എല്ലാം ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഈ കപ്പാസിറ്റി ഇലക്ട്രോഡ് ജോമെട്രിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് കപ്പാസിറ്റീവ് സെൻസേഴ്സ് അല്ലെങ്കിൽ ആക്ച്വേറ്റേഴ്സിന് മെയിനായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും മറ്റേത് ഇൻ്റർ ഡിജിറ്റേറ്റഡ് ഫിംഗർ കപ്പാസിറ്റർ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് കോംബ് ഡ്രൈവ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, അന്നേരം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇലക്ട്രോഡിൻ്റെ ജോമെട്രിയെ ബേസ് ചെയ്തിട്ട്, കപ്പാസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ജോമെട്രിയെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നും ഇൻ്റർ ഡിജിറ്റേറ്റഡ് ഫിംഗർ കപ്പാസിറ്റേഴ്സ് എന്നും. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ പാരലൽ പ്ലേറ്റിൻ്റെ അതേപോലെ കോം ഡ്രൈവ്സിൻ്റെ എല്ലാം സ്റ്റാറ്റിക് കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് പൈക്കോഫാരഡ് റേഞ്ചിലാണ്. നമ്മൾ ഈ കപ്പാസിറ്റി ആക്ച്വേറ്റേഴ്സിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ്. ഓപ്പോസിറ്റ് ചാർജ്ഡ് സർഫസിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ കപ്പാസിറ്റീവ് ആക്ച്വേറ്റേഴ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആദ്യം നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നോക്കാം. ഇതൊരു ബേസിക് കോൺഫിഗറേഷനാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ബേസിക് കോൺഫിഗറേഷനാണ്. ഇതിനകത്ത് 2 പ്ലേറ്റ്സ് കാണും. ആ 2 പ്ലേറ്റ്സും അതിൻ്റെ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഈ ഫിഗറിൽ കാണുന്ന രീതിയിലായിരിക്കും. അപ്പം നമ്മുടെ ഫിഗറിനകത്ത് ആ ഓവർലാപ്പിംഗ് ഏരിയ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് A യൂസ് ചെയ്താണ്. അതേപോലെ ആ സ്പേസിങ്, ആ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ആ സ്പേസിങ് എന്ന് പറയുന്നത് D ആണ്. പിന്നെ കൂടാതെ എന്തുണ്ട്, ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു കപ്പാസിറ്റർ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് കാണും? ഒരു ഡൈഇലക്ട്രിക് മീഡിയം കാണും, അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം കാണും. സോ ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ εr വെച്ച് നമുക്ക്
റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ 0 എപ്സിലോൺ r ആണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? വാക്വത്തിലുള്ള പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ 0. എപ്സിലോൺ 0യുടെ വാല്യൂ അറിയാം, 8.85 × 10⁻14. ഇനി നമുക്ക് ഈ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് C=Q/V. Q എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്റ്റോർഡ് ചാർജാണ്. V എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. അപ്പം കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് എനർജി അതിനെ നമുക്ക് U വെച്ച് ഡിനോട്ട് ചെയ്യാം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ U = ½CV². സോ നമുക്ക് U എനർജി സ്റ്റോർഡ് അതിനകത്ത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ നമുക്ക് U = ½ CV² എന്ന് എഴുതാം. ഇനി അതിനകത്ത് ആ വിക്ക് പകരം നമുക്ക് Q/C എന്ന് കൊടുത്താണ് ആ രീതിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മൾ നേരത്തെ C = Q/V എന്ന് എഴുതിയില്ലേ, അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് V = Q/C എന്ന് എഴുതിക്കൂടെ. ആ V² പകരം എന്താണ് Q²/C² എന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ½ C × Q²/C². ഒരു സിയും ക്യാൻസലായി പോയിട്ട് നമുക്ക് ½ Q²/C എന്ന് നമുക്ക് കിട്ടും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. നമ്മൾ ഫിഗറിനകത്ത് കണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? പാരലൽ ആയിരിക്കും. അതേപോലെ അതെന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ആ പ്ലേറ്റിൻ്റെ സർഫസിന് ഓവർലാപ്ഡ് റീജിയൺ, അല്ലെങ്കിൽ ആ റീജിയൺ എ എന്ന് നമ്മൾ കാണിച്ചില്ലായിരുന്നു, ആ റീജിയൺ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറിക്ക് വെളിയിൽ കുറച്ച് ഫ്രിഞ്ച് ഇലക്ട്രിക് ഫീൽഡ്സും കാണും. നമ്മളൊരു റിഗറസ് ഡിസൈൻ അനാലിസിസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഗോസ് ലാ പഠിച്ചിട്ടുണ്ട്, ഗോസസ് ലാ പഠിച്ചിട്ടുണ്ട്. അന്നേരം ഗോസസ് ലാ അനുസരിച്ച് നമുക്ക് പ്രൈമറി ഇലക്ട്രിക് ഫീൽഡിനെ Q ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനൊക്കെ പഠിച്ചു. എന്ന് വെച്ചാൽ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് Q/ε എന്ന് നമ്മൾ പഠിച്ചു. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ടൈംസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. രണ്ട് പ്ലേറ്റുകളുടെ ഡിസ്റ്റൻസിനെയും ആ ഇലക്ട്രിക് ഫീൽഡിനെയും കൂടെ പ്രോഡക്റ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജ് V = E × D എന്ന് നമുക്ക് എഴുതാം. സോ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C = Q/V. അതിനകത്ത് വിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? E × D എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് ഇയിൽ നമ്മൾ നേരത്തെ ഇയുടെ ഇക്വേഷൻ നമ്മൾ ഗോസസ് ലാ വെച്ചിട്ടുള്ള ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് Q/ε എന്നുള്ളത് ഇക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ Q/Q/ε × D എന്ന് കിട്ടി. ക്യൂവും ക്യാൻസലായിപ്പോയി, നമുക്ക് എന്ത് കിട്ടി? C = εA/D എന്ന് കിട്ടി. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് the capacitance value is proportional to A and inversely proportional to D. Also, it is a function of electric permittivity epsilon. ഈ പാരലൽ പ്ലേറ്റിന് രണ്ട് രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ പാരലൽ സ്ലൈഡിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കാം. ഇനി നമുക്ക് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എങ്ങനെ നമുക്കൊരു സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്ക് ഫിസിക്കൽ സെൻസറായിട്ടും കെമിക്കൽ സെൻസറായിട്ടും ബയോളജിക്കൽ സെൻസറായിട്ടും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഹിയർ ബൈ മെഷറിംഗ് ദ കപ്പാസിറ്റൻസ് വാല്യൂ ഓഫ് ദ പാരലൽ കപ്പാസിറ്റർ വൺ ക്യാൻ സെൻസ് ദ ചേഞ്ചസ് ഓഫ് പെർമിറ്റിവിറ്റി, ഏരിയ ഓർ ഡിസ്റ്റൻസ്. എന്നുവെച്ചാൽ കപ്പാസിറ്റൻസ് വാല്യൂ മെഷർ ചെയ്ത് എന്താണ് ഇതിനകത്ത് പെർമിറ്റിവിറ്റിക്കോ ഏരിയയ്ക്കോ അതേപോലെ ഡിസ്റ്റൻസിനോ എല്ലാം ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പെർമിറ്റിവിറ്റി സാധാരണയായിട്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കപ്പാസിറ്റർ മീഡിയയുടെ ആ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതിനൊക്കെ ഉണ്ടാകുന്ന മാറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും പെർമിറ്റിവിറ്റിക്ക് ചേഞ്ചസ് സംഭവിക്കുന്നത്. ഈ പെർമിറ്റിവിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം. ലിക്വിഡാണോ, എയർ ആണോ, അതോ ഏതെങ്കിലും ബയോളജിക്കൽ പാർട്ടിക്കിളാണോ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ വന്നത് എന്നുള്ളത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും പെർമിറ്റിവിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്. നെക്സ്റ്റ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആക്ച്വേറ്റർ. പാരലൽ പ്ലേറ്റ് നമുക്കെങ്ങനെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്കെങ്ങനെ ഒരു ആക്ച്വേറ്ററായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്.
അന്നേരം ഒരു കപ്പാസിറ്റർ നമുക്ക് ആക്ച്വേറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതെന്ത് ജനറേറ്റ് ചെയ്യണം? അത് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ എന്തായിട്ട് ഒരു കപ്പാസിറ്ററിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഒരു ആക്ച്വേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതിനെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോഡ് പ്ലേറ്റ്സ് എടുക്കുന്നു. ഇതിലൊരു പ്ലേറ്റ് ഫേംലി ആൻകേഡ് ആണ്. അതേപോലെ മറ്റേത് ഒരു മെക്കാനിക്കൽ സ്പ്രിങ്ങിനകത്ത് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇതിൻ്റെ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ള സ്റ്റോർഡ് ഇലക്ട്രിക് എനർജി, നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റോർഡ് ഇലക്ട്രിക് എനർജിയെ ഡിനോട്ട് ചെയ്യുന്നത് യു വെച്ചിട്ടാണെന്ന്. ആ സ്റ്റോർഡ് ഇലക്ട്രിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ്. അവിടെ യു എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ്. സോ നമുക്ക് എഴുതാം, യു എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാഫ് സി വി സ്ക്വയർ അല്ലേ? അത് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഹാഫ് സി വി സ്ക്വയർ. ഹാഫ് വെളിയിലെടുത്തു, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഹാഫ് വെളിയിലെടുക്കുന്നു. അന്നേരം എന്താണ്? ഹാഫ് ഡോ സി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വി സ്ക്വയർ. Here x is the dimensional variable of interest. If the plate moves along their normal axis, the gap between the electrode changes. ഇനി നമുക്ക് സിക്ക് പകരം എപ്സിലോൺ എ ബൈ ഡി എന്നും കൂടെ കൊടുത്തൂടെ? അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ. ഹാഫ് എപ്സിലോൺ എ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ആ രീതിയിൽ എഴുതാം. That means half CV square divided by D. So under constant biasing voltage, the magnitude of electrostatic force decreases drastically with the increasing gap. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്യാപ്പ് രണ്ടിൻ്റെയും തമ്മിലുള്ള രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ നമുക്ക് പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറയാം. ഇത് മോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്യൂ മൈക്രോമീറ്റർ ആയിരിക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് നല്ല എഫക്റ്റീവായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡെവലപ്പ് ആവുന്നത്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. ആ അപ്പർ ലിമിറ്റിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ദ ഡൈഇലക്ട്രിക് മീഡിയം. അന്നേരം നമ്മളിവിടെ കൊടുക്കുന്ന ആ ആക്ച്വേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ വോൾട്ടേജ്, അപ്ലൈ ചെയ്യുന്ന ആ വോൾട്ടേജിൻ്റെ അപ്പർ ലിമിറ്റിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതുപോലെ നമ്മൾ എടുക്കുന്ന മീഡിയ എന്ന് പറയുന്നത്, ഈ ഡൈഇലക്ട്രിക് മീഡിയ എന്ന് പറയുന്നത് എയർ ആണെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു പാഷൻ കർവ് യൂസ് ചെയ്തിട്ടായിരിക്കും. അത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഈ ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു റിലേഷനാണ് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ പാരലൽ പ്ലേറ്റ് ആക്ച്വേറ്റേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനർഷ്യ സെൻസർ. നമുക്ക് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഇനർഷ്യ സെൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. ഈ ഇനർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ഇലക്ട്രോഡ് സ്പേസിംഗ് ഒക്കെ മോഡിഫൈ ചെയ്യും. അങ്ങനെ നമുക്കത് ഈ ഇനർഷ്യ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ആപ്ലിക്കേഷനാണ് പ്രഷർ സെൻസർ. ഈ പ്രഷർ സെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഓട്ടോമോട്ടീവ് സിസ്റ്റത്തിലും അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺട്രോൾ, മെഡിക്കൽ ഡയഗ്നോസിസ് ആൻഡ് മോണിറ്ററിങ്, അതേപോലെ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, ഇവിടെയെല്ലാം നമ്മൾ ഈ പ്രഷർ സെൻസർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള പ്രഷർ സെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് നമ്മൾ പ്രൈമറി ഫാക്ടറായിട്ട് ഒരു പ്രഷർ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയുടെ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ മെംബ്രെയിൻ്റെ തിക്നെസ്സാണ്. അന്നേരം മെംസിൻ്റെ കേസിലൊക്കെ വളരെ തിന്നായിട്ടുള്ള മെംബ്രെയിനായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ മെംബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രഷർ സെൻസേഴ്സാണ് നമ്മൾ പാരലൽ കപ്പാസിറ്റീവ് സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ പ്രഷർ സെൻസറിൻ്റെ കപ്പാസിറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള പ്രഷർ സെൻസറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഗ്രേറ്റർ പ്രഷർ സെൻസിറ്റിവിറ്റി, ലോവർ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് പവർ കൺസപ്ഷൻ കമ്പയർഡ് വിത്ത് പീസോ റെസിസ്റ്റീവ് പ്രഷർ സെൻസർ. ഇതാണ് ഇതിൻ്റെ പ്രഷർ സെൻസറിൻ്റെ അടുത്ത ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലോ സെൻസർ. ഇത് സാധാരണയായിട്ട് ഫ്ലൂയിഡ് സ്പീഡും അതേപോലെ വോളിയം ഓഫ് ഫ്ലോ റേറ്റും ഒക്കെ കണ്ടുപിടിക്കാനാണ്. ഈ മൈക്രോ മെഷീൻഡ് ഫ്ലോ സെൻസേഴ്സിന് ഉള്ള അഡ്വാൻറ്റേജസ് ആണ് സ്മാൾ സൈസ് ആയിരിക്കും, അതേപോലെ
ഫ്ലോ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റിന് ഡിസ്റ്റർബ് ഒന്നും ഉണ്ടാക്കാതെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈ സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതേപോലെ ഇതൊരു നല്ല യൂണിഫോം പെർഫോമൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അടുത്ത ടാക്ടൈൽ സെൻസർ. ഇത് സാധാരണയായിട്ട് ക്രിട്ടിക്കൽ കമ്പോണൻറ്റ്, റോബോട്ടിക് ആപ്ലിക്കേഷനിലെ ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റാണ് ഈ ടാക്ടൈൽ സെൻസർ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ആപ്ലിക്കേഷൻ പാരലൽ പ്ലേറ്റ് ആക്ച്വേറ്റർ. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പാരലൽ പ്ലേറ്റ് ആപ്ലിക്കേഷൻ ആക്ച്വേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അടുത്ത നമുക്ക് നോക്കാം ഇൻ്റർ ഡിജിറ്റേറ്റഡ് ഫിംഗർ കപ്പാസിറ്റീസ്. നമ്മൾ പാരലൽ പ്ലേറ്റ് പഠിച്ചപ്പോഴത്തേക്കും കപ്പാസിറ്റൻസ് ജനറേറ്റ് ചെയ്യുന്നത് ആ പ്ലാനർ ഇലക്ട്രോഡ്സിന് അക്രോസ് ആയിട്ടാണെന്ന് പഠിച്ചു. പക്ഷേ ഇതിൻ്റെ കേസിൽ ഈ ഇൻ്റർ ഡിജിറ്റേറ്റഡ് ഫിംഗർ കപ്പാസിറ്ററിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് കപ്പാസിറ്റൻസ് ജനറേറ്റഡ് ഫ്രം ദ സൈഡ് വാൾസ് ഓഫ് ദ ഇലക്ട്രോഡ്സ്. എന്ന് വെച്ചാൽ ഇലക്ട്രോഡിൻ്റെ സൈഡ് വാൾസിലാണ് ഇവിടെ എന്ത് ജനറേറ്റ് ആവുന്നത്, കപ്പാസിറ്റൻസ് ജനറേറ്റ് ആവുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് പാരലൽ പ്ലേറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. സോ such capacitors provide alternative fabrication and operation modes compared with parallel plate capacitor. So they involve interdigitated fingers to increase the edge coupling length. So ഇവിടെ നമ്മൾ 2 സെറ്റ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റിന് പാരലലായിട്ട് ഒരേ പ്ലെയിനിൽ നമ്മളിവിടെ 2 സെറ്റ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സെറ്റ് ഫിംഗർ ഇലക്ട്രോഡ്, അതേ ഫിക്സഡ് ഫിംഗേഴ്സ് എന്ന് കാണുന്നില്ലേ, ആ ഫിംഗർ ലൈക്ക് ഇലക്ട്രോഡ്സ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ചിപ്പ്. ആ ഫിംഗർ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ചിപ്പിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് സെറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യാം, അതിൻ്റെ ആക്സിസിൽ മൂവ് ചെയ്യാനും പറ്റും. ഇത് ഈ ഇൻ്റർഡിജിറ്റേറ്റഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ഒരു ചീപ്പിൻ്റെ ടൂത്ത് പോലെ, പല്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട്, നമ്മളൊരു ചീപ്പ് പോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോം ഡ്രൈവ് ഡിവൈസ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതിനകത്ത് 2 സെറ്റ് ഇലക്ട്രോഡുണ്ട്. 2 സെറ്റ് ഇലക്ട്രോഡും ഒരേ പ്ലെയിനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവ പാരലൽ ടു ഈച്ച് അതറുമാണ്. ഇതിലൊരെണ്ണം നിങ്ങൾക്ക് കാണാം, ഒരെണ്ണം മൂവബിളുമാണ്, ഒരെണ്ണം എന്ന് പറയുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡുമാണ്. ഇവിടുത്തെ ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L0 ആണ്. ഇത് നിങ്ങൾക്ക് കാണാം, ആ മൂവബിളും അതേപോലെ ഫിക്സഡും കൂടെ വരുന്ന ആ ഓവർലാപ്പ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എന്ത് വെച്ചാണ് ഡെനോട്ട് ചെയ്തിരിക്കുന്നത്, L0 വെച്ചാണ് ഡെനോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫിംഗറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഫിഗർ നോക്കുക. ഫിംഗറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് LC യൂസ് ചെയ്തിട്ടാണ് ഡെനോട്ട് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് Tയും അതേപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് WCയും ആയിരിക്കും. അതുപോലെ ഈ ഫിക്സഡ് ഫിംഗറിൻ്റെയും അതേപോലെ മൂവബിൾ ഫിംഗറിൻ്റെയും കൂടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇനി ഇവിടുത്തെ കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ എഴുതാം. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, ε0 εr × A/d അല്ലെങ്കിൽ εA/d എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എപ്സിലോണിന് പകരമാണ് ε0 εr എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഡിജിറ്റേറ്റഡ് ഫിംഗർ കപ്പാസിറ്ററിനകത്തെ എ എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് എന്താണ്, I0 × T ആണ് ഏരിയ. സോ നമുക്ക് ഈ ഇക്വേഷൻ C = εr ε0 × I0T / D എന്ന് എഴുതാം. സോ നമ്മൾ കോം ഡ്രൈവ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻ്റർഡിജിറ്റേറ്റഡ് കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയൊക്കെയാണ്, തിക്നെസ്സിനെ അതേപോലെ ഡിസ്റ്റൻസിനെയാണ് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഗ്രേറ്റർ ദ തിക്നെസ് ദ ലാർജർ ദ കപ്പാസിറ്റൻസ് എഫക്റ്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്യാപ്സ് ഷുഡ് ബി ആസ് സ്മാൾ ആസ് പോസിബിൾ. ഇവിടെയും നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഞ്ച് കപ്പാസിറ്റൻസും എല്ലാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഫ്രിഞ്ച് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫ്രിഞ്ച് കപ്പാസിറ്റൻസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കോം ഡ്രൈവ് ഡിവൈസസിനെ അതിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവ് എന്നും ലോഞ്ചിറ്റ്യൂഡിനൽ കോം ഡ്രൈവ് എന്നും. ഇത് ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവ് ദെയർ വിൽ ബി എ ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ്. ഒരു ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്സിസ് ഓഫ് മോഷൻ ആയിരിക്കും അവിടെ പ്രൊവൈഡ് ആവുന്നത്. എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഇതിനെ സോഫ്റ്റ് ഇൻ എക്സ് ആൻഡ് സ്റ്റിഫ് ഇൻ വൈ എന്ന് പറയാം.
ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവിനെ നമുക്ക് എങ്ങനെ പറയാം? സോഫ്റ്റ് ഇൻ എക്സ് ആൻഡ് സ്റ്റിഫ് ഇൻ വൈ എന്നും നമുക്ക് പറയാം. ഇനി അടുത്ത ലോൺജിറ്റ്യൂഡിനൽ കോം ഡ്രൈവിലാകുമ്പോഴത്തേക്കും ഇതിന് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ വൈ ആക്സിസിലായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ വിളിക്കാം, സോഫ്റ്റ് ഇൻ വൈ ആൻഡ് സ്റ്റിഫ് ഇൻ എക്സ് എന്ന് നമുക്ക് പറയാം ലോൺജിറ്റ്യൂഡിനൽ കോം ഡ്രൈവ്. ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവിൽ എങ്ങനെയായിരുന്നു മൂവ്മെൻറ്റ് നടക്കുന്നത്? എക്സ് ആക്സിസിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും അതിനകത്ത് പോസിബിളായിട്ട് വരുന്നത്. സോ നിങ്ങൾ വരച്ചെടുത്ത ആ ഡയഗ്രാം ഒന്നുകൊണ്ട് നോക്കുക. സോ ഹിയർ ദർ ആർ 2 മേജർ കപ്പാസിറ്റൻസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഫിംഗർ പെയർ. ഇവിടെ ഓരോ ഫിംഗർ പെയറിലും എന്താണ് മെയിനായിട്ടും 2 മേജറായിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഫിംഗർ കോൾഡ് CSL. നിങ്ങൾക്ക് അതിനകത്ത് കാണാം, ഫിംഗറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ CSL എന്ന് വിളിക്കാം. അതുപോലെ ഫിംഗർ ഇലക്ട്രോഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് CSR, ആ കപ്പാസിറ്റൻസിനെ നമുക്ക് CSR എന്നും വിളിക്കാം. ഈ കപ്പാസിറ്റൻസ് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് CSL is equal to CSR is equal to epsilon 0 L0 T divided by x0 എന്ന് നമുക്ക് എഴുതാം. അതായത് നമ്മൾ എപ്സിലോൺ 0 A/D എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ, അത് തന്നെ. എപ്സിലോൺ 0 എക്ക് പകരം L0 ഇൻറ്റു T എന്ന് എഴുതാം. ഡിക്ക് പകരം x0 ആണ്. ഇവിടുത്തെ D എന്ന് പറയുന്ന x0 ആണ്. റെസ്റ്റിലായിരിക്കുന്ന സമയത്താണ്. ഇനി ഈ ഫ്രീ ഫിംഗേഴ്സ് ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് ഇതിന് മൂവ്മെൻറ്റ് സംഭവിച്ചു എന്നിരിക്കട്ടെ. രണ്ടാമത്തെ ഫിഗർ നിങ്ങൾക്കത് കാണാൻ പറ്റും. എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ ഈ CSL എന്ന് പറയുന്നത് എപ്സിലോൺ 0 L0 T ഡിവൈഡഡ് ബൈ x0 മൈനസ് എക്സ് എന്നും ആവും. അതേപോലെ CSR എന്ന് പറയുന്നത് എപ്സിലോൺ 0 L0 ഇൻറ്റു T ഡിവൈഡഡ് ബൈ x0 പ്ലസ് എക്സ് എന്നും ആവും. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് CSL പ്ലസ് CSR പ്ലസ് CF എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ഈ ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവിനെ ഒരു സെൻസറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ച്വേറ്ററായിട്ടോ വല്ലതും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം ഈ ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവിനെ ഒരു സെൻസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസിറ്റിവിറ്റി SX എന്ന് പറയുന്നത് ഡോ C ടോട്ടൽ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് കോം ഡ്രൈവിനെ ഒരു ആക്ച്വേറ്ററായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ സ്റ്റോറേജ് എനർജി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, സോ ഫോഴ്സ് Fx is equal to ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. യുക്ക് പകരം ഹാഫ് CV സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ C എന്ന് പറയുന്നത് C ടോട്ടലാണ്. C ടോട്ടൽ ഇൻറ്റു V സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് ലോൺജിറ്റ്യൂഡിനൽ കോം ഡ്രൈവ്. ലോൺജിറ്റ്യൂഡിനൽ കോം ഡ്രൈവിനകത്ത് നമ്മൾ ആ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ലാറ്ററൽ മൂവ്മെൻ്റ് ആയിരിക്കും നടക്കുന്നത്. എന്ന് വെച്ചാൽ Y ഡയറക്ഷനിലായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെയും നമുക്ക് കപ്പാസിറ്റൻസ് അസോസിയേറ്റഡ് വിത്ത് നമുക്ക് ഇങ്ങനെ പറയാം CSL എന്നും CSR എന്നും തന്നെ നമുക്ക് എഴുതാം. ഇത് രണ്ടും ഈക്വലായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ Y ഡയറക്ഷനിലല്ലേ ഇവിടെ വേരിയേഷൻ സംഭവിക്കുന്നത്. സോ CSL is equal to CSR is equal to നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 ഇൻറ്റു L0 എന്ന് പറയുന്നത് L0 മൈനസ് Y ആയിട്ട് മാറും. സോ നമുക്ക് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് CSL is equal to CSR is equal to epsilon 0 into L0 minus Y into T divided by x0 എന്ന് എഴുതാം. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡോ സി ടോട്ടൽ ഡിവൈഡഡ് ബൈ ഡോ വൈ ആയിരിക്കും. നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാമാണ് ലോൺജിറ്റ്യൂഡിനൽ കോം ഡ്രൈവിൻ്റെ ഡയഗ്രാം. ഇതിനകത്ത് കണ്ടോ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത് എവിടെയാണ്? എന്ന് വെച്ചാൽ ലാറ്ററൽ മൂവ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ L0 മൈനസ് Y എന്ന് പറയുന്ന അവിടെ ആയിരിക്കും ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. അന്നേരം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. എപ്സിലോൺ 0 ഇൻറ്റു L0 മൈനസ് Y ഇൻറ്റു T ഡിവൈഡഡ് ബൈ x0 എന്ന് എഴുതിയത്. ഇനി കോം ഡ്രൈവ് ഡിവൈസസിൻ്റെയും മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇനർഷ്യ സെൻസേഴ്സ് ആയിട്ടും അതേപോലെ ആക്ച്വേറ്റേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ.
ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിങ് ആൻഡ് ആക്ച്വേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.